ഹീറോ ഓഫ് ദ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇൻ ദിസ് സീസൺ ആരായിരിക്കും? ഞാൻ എന്റെ അഭിപ്രായങ്ങൾ മാത്രം പങ്കുവെക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ അത് മറ്റാരുമല്ല, അത് മൈക്കൽ കാരിക്ക് തന്നെയാണ്. ശരിയാണ്, വേറെ ട്രോഫീസും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ടൈറ്റിൽ അടിച്ചിട്ടില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നാലും എന്തുകൊണ്ട് ഈ മനുഷ്യനാണ് ഈ കഴിഞ്ഞ സീസണിലെ ഹീറോ പുള്ളിയാണ് എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കേസ് എടുത്തു നോക്കിയാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു കംബാക്ക് എല്ലാ ഫുട്ബോൾ ആരാധകരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ഈ വർഷം അത് ഏതാണ്ട് തുടക്കമിട്ട ഒരു മട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയ ആ ഒരു റണ്ണ് അത് നമ്മൾ കണ്ടതാണ്. അതായത് റൂബൻ അമോറിയത്തിന് മുന്നിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ അടുത്തേക്കാണ് മൈക്കൽ കാരിക്ക് എത്തുന്നത്. ആള് ഒരു എന്താ പറയാ, ഒരു ടെമ്പററി മാനേജറായിട്ടാണ് എത്തിയത്. പക്ഷെ എന്നാൽ ഇപ്പൊ അത് മാറിയിരിക്കുന്നു. 2028 വരെ ആൾക്ക് കരാർ അങ്ങോട്ട് എഴുതി കൊടുത്തേക്കുക. അപ്പോ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങ് താഴെ തട്ടിൽ കിടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 16 മത്സരങ്ങളിൽ നിന്ന് 11 വിജയങ്ങളാണ് കാരിക്കിന് കീഴിൽ സ്വന്തമാക്കിയത്. അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? 16 ലീഗ് മത്സരങ്ങളിൽ നിന്ന് 11 വിജയം. അപ്പോ ആള് വന്നിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ മാജിക്സ്, അതുകൊണ്ടാണ് ആളിന് നമ്മൾ എന്താ പറയാ, പുള്ളിയാണ് ഈ വർഷത്തെ ഹീറോ എന്ന് പറയുന്നത്. കാരണം പുള്ളി വന്ന് നമുക്കറിയാം, ആദ്യം അടിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിനെയാണ്, അത് കഴിഞ്ഞിട്ട് ആർസണലിനെ അടിക്കുന്നു, അതിനുശേഷം പുള്ളി മാനേജർ ഓഫ് ദ മന്ത് ആകുന്നു പ്രീമിയർ ലീഗിൽ. അങ്ങനെ പുള്ളി വന്നപ്പോ തന്നെ വരവൊന്ന് അറിയിച്ചു. പിന്നീട് അങ്ങോട്ട് നോക്കുക, കസിമിറോ, ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ ഫോമിലേക്ക് തിരിച്ചു വരുന്നു. അവരെയൊക്കെ വേണ്ട രീതിക്ക് ഉപയോഗിക്കാൻ മൈക്കൽ കാരിക്കിന് കഴിയുന്നു. മൈക്കൽ കാരിക്കിന്റെ ഓരോ പ്ലാൻസും കാര്യങ്ങളും ടാക്ടിക്സും എല്ലാം അവിടെ വർക്ക്ഔട്ട് ആവും. എന്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എല്ലാവരും പഴയതുപോലെ തന്നെ ചെകുത്താന്മാർ വരുന്നു എന്നുള്ള സെറ്റപ്പിൽ പേടിച്ചു തുടങ്ങുന്നു. അങ്ങനെ പുള്ളി വരുന്നു, പുള്ളി അങ്ങോട്ട് പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ സ്ലോട്ട് പുള്ളി അങ്ങ് ബുക്ക് ചെയ്യുന്നു. എന്തൊക്കെ പരിപാടിയാണ് പുള്ളി കാണിച്ചു കൂട്ടിയത് അവിടെ. എന്നാലും നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, പ്രീമിയർ ലീഗിന്റെ ആദ്യം മുതലേ ആർസണൽ, സിറ്റി, ആസ്റ്റൺ വില്ല ഒരു റേസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോ ആ ഒരു സമയത്തൊന്നും, ആദ്യ സമയങ്ങളിലൊന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഫ്രെയിമിലേ ഇല്ല, യുണൈറ്റഡിനെ ആരും നോക്കുന്ന പോലുമില്ല. പിന്നീട് മൈക്കൽ കാരിക്കിന്റെ വരവിന് ശേഷം ആദ്യ ഫ്രെയിമിലേക്ക് വരികയാണ്. അതായത് ആർസണലിനെയും സിറ്റിയെയൊക്കെ തൂത്തുവാരി താഴെ അടിച്ചിട്ട് ഫ്രെയിമിലോട്ട് വരികയാണ്. ടോപ്പ് 4 വരുന്നു. ആസ്റ്റൺ വില്ല അപ്പോ യുണൈറ്റഡിനെക്കാളും നല്ല പോയിന്റ് ഡിഫറൻസിലാണ് കിടക്കുന്നത്. പിന്നീട് ആ ആസ്റ്റൺ വില്ലേനെ വെട്ടി 3-ാം സ്ഥാനത്തേക്ക് കയറുന്നു. നമ്മളിപ്പോ ടേബിൾ ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ആസ്റ്റൺ വില്ലയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ 6 പോയിന്റ് ഡിഫറൻസിലാണ് കിടക്കുന്നത്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനേക്കാളും 6 പോയിന്റ് താഴെയാണ് ആസ്റ്റൺ വില്ല ഉള്ളത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോ സിറ്റിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ സിറ്റിയായിട്ട് 7 പോയിന്റിന്റെ ഡിഫറൻസിൽ മാത്രമാണ് താഴെ കിടക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലിവർപൂളാണ് 5-ാം സ്ഥാനത്തുള്ളത്. ലിവർപൂളിന് യുണൈറ്റഡ് ആയിട്ട് 11 പോയിന്റിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര മാരക പെർഫോമൻസ്. അതും ഈ പറയുന്ന 16 മത്സരങ്ങളിൽ നിന്നുള്ള പെർഫോമൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. മൈക്കൽ കാരിക്ക് വന്നതിന് ശേഷമുള്ള 16 മത്സരങ്ങൾ, അതിൽ 11 വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ പരിപാടി അല്ല പുള്ളി അവിടെ നടത്തിയത് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ മൈക്കൽ കാരിക്കിനെ ഒരു ടെമ്പററി മാനേജറായിട്ട് കൊണ്ടുവന്നിട്ട് നെക്സ്റ്റ് ഇയറിൽ ഒരു മികച്ച പ്രൊഫൈലുള്ള ഒരു മാനേജറെ സൈൻ ചെയ്യുക എന്നതായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡയറക്ടർ ബോർഡ്, അതായത് ഡയറക്ടർ ആയിട്ടുള്ള ജോൺസൺ വിൽഗോപ്പിന്റെ പ്ലാൻ. പക്ഷെ ആള് അതങ്ങ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. വേറെ ഹൈ പ്രൊഫൈൽ ടീംസിനെ ഒന്നും കൊണ്ടുവരുന്നില്ല. കാരിക്കിന് അങ്ങോട്ട് തീരെഴുതി കൊടുക്കുകയാണ് 2028 വരെ എന്നുള്ളൊരു സെറ്റപ്പാണ്. സോ നമ്മൾ പല റീലും പല ഫോട്ടോസും ഒക്കെ കാണാറുണ്ട്. അതായത് മറ്റൊരു അലക്സ് ഫെർഗൂസനെ ചെകുത്താൻകോട്ടയിലെ ആളുകൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സോ ഇത്രയൊക്കെ വിപ്ലവം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ ഇത്രയൊക്കെ സംഭവങ്ങൾ ഈ ശരിയാണ്, നമുക്കറിയാം ആർസണൽ 22 വർഷങ്ങൾക്ക് ശേഷം ടൈറ്റിൽ അടിച്ചിരിക്കുന്നു. സോ ഇത് അവരുടെ ഇയർ ആണ്, അവരുടെ ടൈമാണ്, അവരെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട സമയമാണ്, ഒക്കെ നമുക്കറിയാം. എന്നാലും ഈ മനുഷ്യന്റെ പെർഫോമൻസ് അത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. സോ ബ്രൂണോ ഫെർണാണ്ടസ് പ്ലെയർ ഓഫ് ദ ഇയർ ഒക്കെ അടിച്ചിട്ടുണ്ട്. സോ അതിന്റെ പേരിലൊക്കെ പല രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവിടെ നടക്കട്ടെ. എന്നാലും കാരിക്കിന്റെ ഈ ഒരു പരിപാടി അത് കാണാതെ പോകരുത്. കാരണം ആള് ശരിക്കും പണിയെടുത്തിട്ടുണ്ട്. സോ എന്റെ കണ്ണിൽ ആള് തന്നെയാണ് ഈ വർഷത്തെ ഹീറോ എന്ന് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.